89.6 FM Sargakshetra. Mother's Day Special SK Hotspot powered by Mitera Hospital. Hair Wellness, Hair Joy. കോട്ടയത്തെ ആദ്യത്തെ ബുട്ടീക് ഫാമിലി ഹോസ്പിറ്റൽ. സിനിമകളെയും കഥാപാത്രങ്ങളെയും നെഞ്ചിലേറ്റി അവരെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കാണുന്ന ശൈലി മലയാളികൾക്കുണ്ട്. അങ്ങനെ മലയാളികളുടെ ഹൃദയങ്ങളിൽ ചേക്കേറാൻ അപൂർവ ഭാഗ്യം ലഭിച്ച നടൻ, എഴുത്തുകാരൻ, കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ, 150ഓളം സിനിമകൾ, 18ഓളം സിനിമകളിൽ ലീഡ് റോൾസ്, കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ, പ്രേം നസീർ അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള മലയാളികളുടെ സ്വന്തം പ്രേം കുമാർ ചേട്ടനാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ സർഗക്ഷേത്ര 89.6 FM ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. മലയാള സിനിമ ഒട്ടേറെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ മലയാളത്തിലെ മികച്ച ഇൻഡസ്ട്രിയൽ ഹിറ്റ് മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള ചിത്രങ്ങളൊക്കെ റിലീസായ ഒരു വർഷമാണ് 2024. അപ്പോൾ മലയാള സിനിമ ഒരുപാട് ആഘോഷിക്കപ്പെടുന്നുണ്ട്, അതുപോലെ സാമ്പത്തികമായിട്ടും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു വളർച്ചയെ ചേട്ടൻ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, മലയാള സിനിമ മാത്രമല്ല മാറിയിട്ടുള്ളത് മനുഷ്യന്റെ ജീവിതം മൊത്തം മാറിയിട്ടാണ്. ഈ കല എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു റിഫ്ലക്ഷനാണ്. റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു നേർക്കാഴ്ച എന്ന് പറയാൻ പറ്റില്ല, ഒരു കലാപരമായിട്ടുള്ള ഒരു പുനരാവിഷ്കരണമാണ് കലാസൃഷ്ടി എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ പല സ്റ്റൈലുകളുണ്ട്. ഇപ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കലാസൃഷ്ടിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതിനകത്ത് തന്നെ പല സ്റ്റൈൽസ് ഉണ്ട്, പല ഫോംസ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നുമല്ല, ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു യഥാതഥം എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതമാണെന്ന് തോന്നിപ്പിക്കുന്ന തരം സിനിമകൾ, അത് ജീവിതത്തിൽ വന്നിട്ടുള്ള ആ മാറ്റം, അതാണ് ശരിക്കും സിനിമയിലും എല്ലാ കലാരൂപങ്ങളിലും എല്ലാ കലാസൃഷ്ടികളിലും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ ഒരു മാറ്റം പ്രകടമാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കലയിലുണ്ടാകും, അത് സിനിമയിലും ഉണ്ടാകും. സിനിമ പ്രത്യേകിച്ചും ജീവിതത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നായതുകൊണ്ടും പിന്നെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും ഒരു ശക്തിമത്തായിട്ടുള്ള ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു മാധ്യമം. അപ്പോൾ അതിൽ ഓരോ നിമിഷവും ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പരീക്ഷണങ്ങൾ ഒക്കെ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. അത് എല്ലാ കലാരൂപങ്ങളും, ഇപ്പം നാടകത്തിലൊക്കെ വലിയ പരീക്ഷണങ്ങൾ എത്രയോ കാലമായിട്ട് നടക്കുന്നുണ്ട്, ഇപ്പോഴും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു സിനിമ എന്ന് സംബന്ധിച്ചിടത്തോളം അതൊരു വെറും കല മാത്രമല്ല, അതൊരു സാങ്കേതിക വിദ്യയുടെ കൂടി ഒന്നാണ്. അപ്പോൾ കലയും സാങ്കേതിക വിദ്യയും എല്ലാം കൂടി സമന്വയിപ്പിക്കുകയും ഒപ്പം എല്ലാ കലാരൂപങ്ങളുടെയും ഒരു സാന്നിധ്യം സിനിമയിലുണ്ട്. അതിനകത്ത് ചിത്രകലയുണ്ട്, അതിനകത്ത് സാഹിത്യമുണ്ട്, സംഗീതമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാ കലകളും അത് സാങ്കേതിക വിദ്യയുമായിട്ട് ചേർത്ത് ഇണക്കിക്കൊണ്ട് ആവിഷ്കരിക്കുകയാണ്. അപ്പോൾ അതിനൊരു ദൃശ്യഭാഷയുണ്ട്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ അഭിരുചികളിൽ വന്ന മാറ്റം, മനുഷ്യൻ്റെ എല്ലാ രീതിയിലുമുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നിട്ട് സംഭവിച്ചിട്ടുള്ള, പ്രത്യേകിച്ചും ഈ ആധുനിക കാലത്ത് ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ നമ്മുടെ സിനിമയെ, പ്രത്യേകിച്ച് അതൊരു സാങ്കേതിക വിദ്യയുടെ കൂടി ഒരു മേഖലയായതുകൊണ്ടും വളരെ ഒരു വലിയ രീതിയിൽ സിനിമയെ അത് സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പഴയ രീതിയിലുള്ള ഒരു ഫിലിം മേക്കിംഗ് അല്ല, അത് അതിൻ്റെ പ്രമേയത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ ആവിഷ്കരണത്തിൻ്റെ രീതിയിൽ ഒക്കെ വലിയ വ്യത്യാസം, അത് ടെക്നിക്കൽ സൈഡിലും ഒക്കെ ആ ഒരു വലിയ ഒരു ചേഞ്ചസ് ഇങ്ങനെ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ. മുമ്പ് നമ്മൾ ഈ ഫിലിമിലായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്, ആ ടെക്നോളജി തന്നെ അപ്പാടെ മാറി മറിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു വലിയ ക്ലാസിക്കുകളുടെ സിനിമകൾ നമുക്ക് അതിനകത്ത് ചിത്രീകരിക്കാൻ പറ്റും. ആ രീതിയിലേക്ക് ടെക്നോളജിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പ്രേക്ഷകൻ്റെ ഒരു ഭാവുകത്വത്തിലും അവൻ്റെ ഒരു ആസ്വാദനത്തിലും ഒക്കെ വലിയ മാറ്റമുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു സമഗ്രമായ ഒരു ചർച്ച നമുക്ക് വേണ്ടിവരുന്ന ഒരു വിഷയമാണ്. അതിപ്പോൾ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു പോകാൻ വെച്ചാൽ ഞാൻ അത്രയും വളരെ അതിൻ്റെ ഒരു വിപ്ലവമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരു ആഴത്തിൽ സംസാരിക്കേണ്ട ഒരു വിഷയം. ഒരു തലമുറയെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറഞ്ഞു. അപ്പോൾ മാറ്റങ്ങൾ എപ്പോഴും നല്ലതിനാകട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. മാറ്റങ്ങൾ നല്ലതിന് തന്നെ ആവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നത് SK ഹോട്ട്സ്പോട്ട് ആണ് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. Mother's Day Special SK Hotspot powered by Mitera Hospital. Hair Wellness, Hair Joy. കോട്ടയത്തെ ആദ്യത്തെ ബുട്ടീക് ഫാമിലി ഹോസ്പിറ്റൽ. അപ്പോൾ ഇപ്പോൾ ഓഡിയൻസ് മാറുന്നുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ടെക്നോളജിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മലയാള സിനിമാ രംഗത്തെ മാറ്റങ്ങളെ പറ്റി പറയുമ്പോൾ വെൻ ഇറ്റ് കംസ് ടു സീരിയലിലും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ടല്ലോ. കാലത്തിനൊത്ത് സീരിയലുകൾ വളരുന്നുണ്ടോ? ഞാൻ ഇത് ചോദിക്കാൻ കാരണം ചേട്ടൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില സീരിയലുകൾ എൻഡോസൾഫാനെ പോലെ അപകടകാരികളാണെന്ന്. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഒരു സീരിയലിൽ അഭിനയിച്ചിട്ട് ഏതാണ്ട് ഒരു 15 വർഷമാകുന്നത്. ഞാൻ ശരിക്കും ടെലിവിഷനിൽ കൂടി വന്ന ഒരാളാണ്. ഞാൻ അതിനു മുമ്പ് തിയേറ്ററായിരുന്നു. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നൊക്കെ പരിശീലനം നേടിയിട്ടുള്ള ആളാണ്. BTA
ബിരുദമൊക്കെ നേടിയിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. അത് കഴിഞ്ഞിട്ട് ടെലിവിഷനായിരുന്നു എൻ്റെ ഒരു മാധ്യമം. ടെലിവിഷനിൽ കുറേ ടെലിഫിലിംസ്, പിന്നെ ആദ്യകാലങ്ങളിൽ ഈ 13 എപ്പിസോഡൊക്കെയുള്ള കുറേ സീരിയലുകളിലൊക്കെ വന്നിട്ടുള്ള, അതിലൂടെയാണ് പിന്നീട് സിനിമയിലേക്ക് വന്നത്. പക്ഷേ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല സീരിയലുകളും അത് നമ്മുടെ ഒരു ഭാഷയെ, നമ്മുടെ സംസ്കാരത്തെ ഒക്കെ വല്ലാതെ മലീമസമാക്കുകയും നമ്മുടെ ജീവിത പരിസരങ്ങളെ പോലും വല്ലാതെ അത് ശിഥിലമാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പല സീരിയലുകളും മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ഒരു കുടുംബ സദസ്സിലേക്ക് കയറി വരുന്ന ഒന്നാണ്. അപ്പം നമ്മളൊരു സിനിമയെക്കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ ഒരു വലിയ വിമർശനം ഞാൻ ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ, സിനിമ എന്ന് പറയുന്നത് അത് ശരിക്കും തിയേറ്ററിൽ പോയിട്ട് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ആൾക്കാർ പൈസ കൊടുത്ത് കാണുന്ന ഒന്നാണ്. അത് ആവശ്യക്കാർ പോയി അങ്ങോട്ട് പോയി കാണുന്നതാണ്. പക്ഷേ ടെലിവിഷൻ സീരിയലുകളെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾ ആ സ്വീകരണ മുറിയിലേക്ക്, കുടുംബങ്ങളിലേക്ക് അകത്ത് കടന്നു വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാകണം അത് നിർമ്മിക്കുന്നവർ ചെയ്യേണ്ടത്. കാര്യം ഇത് ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെയാണ് ഇത് കണ്ട് വളരുന്നത്. അപ്പോൾ ഇത് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ചും പല സീരിയലുകളും അത് ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയുമല്ല. ഇങ്ങനെയുള്ള ജീവിതം ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ ഞാൻ അതിനെക്കുറിച്ചൊരു ലേഖനമൊക്കെ അടുത്ത കാലത്ത് എഴുതിയിട്ടുണ്ട്. ഭൂമിയിലില്ലാത്ത ജീവിതങ്ങൾ എന്നാണ്. അതിൽ കാണുന്ന ഒരു ജീവിതവും നമുക്ക് എവിടെയും ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയും അത് ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച പോലെ തോന്നിപ്പിക്കണം. നേർക്കാഴ്ചയാകണ്ട, പക്ഷെ അത് ഇങ്ങനെയാകാം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ജീവിതം എന്നൊക്കെ ഒരു തോന്നൽ, യഥാർത്ഥ പ്രതീതി ഉളവാക്കാൻ അതിന് കഴിയണം. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകാം എന്നൊരു പോസിബിലിറ്റി എങ്കിലും അതിനുണ്ടാകണം. പക്ഷേ പല നമ്മളെ സീരിയലുകൾ, എല്ലാ സീരിയലുകളെ കുറിച്ചുമല്ല ഞാൻ പറയുന്നത്, ചില സീരിയലുകൾ അത് നമ്മുടെ എന്താ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളത് വല്ലാതെ അതിനെതിരെ ഒരു ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ അത് വരുന്ന തലമുറയൊക്കെ വല്ലാതെ അത് ബാധിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ എൻഡോസൾഫാനെ പോലെ മാരകമാണ് പല സീരിയലുകളെന്ന് ഞാൻ പറഞ്ഞത്. എൻഡോസൾഫാനൊക്കെ ഒരു ജനിതകമായ തകരാറുകൾ മാത്രമാണ് ഉണ്ടാക്കുക, അത് ഭീകരമാണ്. പക്ഷേ ഇത്തരം ചില സീരിയലുകൾ കണ്ടു വളരുന്ന ഒരു തലമുറ അത് അവരുടെ ബുദ്ധിയെ, ചിന്തയെ, ഭാവനയെ, അവരുടെ ക്രിയേറ്റിവിറ്റിയെ മൊത്തം സ്വാധീനിക്കുകയും അതിനെല്ലാം വികലമാക്കുകയും ചെയ്യും. അതൊരു പുതിയ തലമുറയെ തന്നെ ഇല്ലാതാക്കും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. പ്രത്യേകിച്ച് ഇത് കുഞ്ഞുങ്ങൾ കണ്ട് വളരുമ്പോൾ കുഞ്ഞുങ്ങൾ ഈ ഒരു കാഴ്ചയുടെ ശീലത്തിലാണ് അവർ വളരുന്നത്. കാര്യം ഇത് റിമോട്ടുണ്ട് നിങ്ങളുടെ കയ്യിലല്ലേ, അത് നിങ്ങൾ ചാനൽ മാറ്റിക്കൂടെ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. കാര്യം ഇത് മിക്കവാറും എല്ലാ വീടുകളിലും കുടുംബങ്ങളിലും സ്ത്രീകൾ ഇത് കാണും. അപ്പോൾ കുഞ്ഞുങ്ങളും സ്വാഭാവികമായിട്ട് ഇത് കാണും, ഇത് കണ്ട് വളരും. അപ്പോൾ അങ്ങനെ കണ്ടു വളരുന്ന ഒരു തലമുറ, ഇത്തരം കാഴ്ചകളുടെ ശീലങ്ങൾക്ക് വിധേയമായി വളരുന്ന ഒരു തലമുറ, ഇതാണ് ജീവിതം, ഇങ്ങനെയാണ് ജീവിതം, ഇതാണ് ജീവിതത്തിലെ ശരിതെറ്റുകൾ, ഇതാണ് ജീവിതത്തിലെ ധാർമ്മികത, ജീവിതത്തിലെ നീതിബോധം ഇങ്ങനെയാണ് എന്നൊക്കെ അവരങ്ങ് ചിന്തിക്കുകയും ആ ഒരു ശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശങ്ങളുടെ ആശയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു ജീവിതം അവരറിയാതെ രൂപപ്പെട്ടു വരും. അത് തീർച്ചയായിട്ടും അപകടകരമാണ്. അതിനെതിരെ ഒരു മലയാളികൾ ഒരു തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ ഒരു പ്രസ്താവനയുടെ. അതുകൊണ്ട് അത്തരം സീരിയലുകളിൽ ഞാൻ അഭിനയിക്കില്ല എന്നൊരു നിലപാടെടുക്കുകയും ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് അങ്ങനെയുള്ള സീരിയലുകളിൽ അഭിനയിച്ചിട്ടില്ല. എല്ലാ സീരിയലുകളെ കുറിച്ചുമല്ല, ചില സ്നേഹത്തിൻ്റെ പ്രകാശം പരത്തുന്ന അല്ലെങ്കിൽ നന്മയുടെ സുഗന്ധം പടർത്തുന്ന ചില സീരിയലുകളുണ്ട്, അതിനെയൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഇതൊരു വലിയ തൊഴിൽ മേഖല കൂടിയാണ്, ഒരുപാട് ജീവിതങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നത്. ഞാനും അതിൽ നിന്ന് വന്ന ഒരാളല്ലേ. അപ്പോൾ അതിനോടുള്ള എല്ലാ കമ്മിറ്റ്മെൻറ്റും ഉണ്ട്, അതിനോടുള്ള എല്ലാ ആദരവും എല്ലാം സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്തരമൊരു നിലപാട് ഞാൻ എടുത്തിട്ടുണ്ട്. ജീവിതത്തിലെ ശരിതെറ്റുകൾ മനസ്സിലാക്കി നാളികയുടെ കുരുന്നുകളെ വളരാൻ അനുവദിക്കുന്ന സീരിയലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഈ വളർന്നു വരുന്ന തലമുറ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു തലമുറയാണല്ലോ. അപ്പോൾ അവരുടെ ആവശ്യവും ഇത് തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കാലത്തിനൊപ്പം സീരിയലുകളും സിനിമകളും ഒരുപോലെ വളരും എന്നൊരു പ്രതീക്ഷയുണ്ട്. നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. പാട്ടുകൾ വരുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് SK ഹോട്ട്സ്പോട്ട് ആണ് ഓൺ സർഗക്ഷേത്ര 89.6 FM. ഈ ഒറ്റ നിലപാട് മാത്രമല്ലല്ലോ, നമ്മൾ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോ ട്രെൻഡിനൊപ്പം ആളുകൾ മാറുന്നുണ്ട്, മാറി ചിന്തിക്കുന്നുണ്ട്. മനുഷ്യൻ മറക്കും, പൊറുക്കും, വെറുക്കും, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഇപ്പോഴും ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുവാണോ? തീർച്ചയായിട്ടും. ഞാൻ സിനിമയിൽ 10-30 വർഷമായിട്ട് ഉള്ള ഒരാളാണ്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ ഈ ഒരു ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വന്നതിന് ശേഷം അധികം അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനു മുമ്പ് കുറേ സിനിമകൾ നമ്മൾ ഇങ്ങനെ സജീവമായിട്ട് തന്നെ, അപ്പോൾ വളരെ ഈ നായകനായിട്ടൊക്കെ കുറേ സിനിമകൾ ചെയ്തു. ആ സമയത്തൊക്കെ കുറേ പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ അന്നേ ഉള്ളൊരു നിലപാടാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്തൊരു നിലപാടാണ്, നമ്മൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് പറയണമെങ്കിൽ പ്രത്യേകിച്ചും ഈ ഒരു സമൂഹത്തോട്, അത് ഇത്രയേറെ നമ്മളാക്കിയ ഒരു സമൂഹമാണ്, ആ സമൂഹത്തോട് ഒരു വലിയ പ്രതിബദ്ധത, കടപ്പാട് നമുക്കുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് ആ ജനത്തോട് പറയണമെങ്കിൽ ആ ഉൽപ്പന്നത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ടാകണം. ആ ഉൽപ്പന്നം ഞാൻ ഉപയോഗിച്ച് എനിക്ക് അത് കൃത്യമാണ്,
എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ എനിക്ക് അവരോടത് പറയാൻ പറ്റുള്ളൂ, നിങ്ങളത് ഉപയോഗിക്കൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഞാനത് പറയുമ്പോൾ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് എനിക്ക് എന്നെ തന്നെ വഞ്ചിച്ചുകൊണ്ട് അങ്ങനെ പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര കാശ് കിട്ടിയാലും ശരി, എനിക്ക് ബോധ്യമില്ലാത്ത ഒന്നിനെക്കുറിച്ച് പറയാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള ഒന്നാണ്. ഓക്കെ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനാവുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ചേട്ടന്റെ വാക്കുകൾ ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്നതും പ്രോത്സാഹനം അർഹിക്കുന്നതും തന്നെയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഈ നല്ല വാക്കുകൾക്ക് നന്ദി. താങ്ക് യു സോ മച്ച്. കേട്ടുകൊണ്ടിരിക്കുന്നത് SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെയുള്ളത് സെലിനാണ്. 89.6 FM സർഗക്ഷേത്ര. Mother's Day Special SK Hotspot powered by Mitera Hospital, Hair Wellness, Hair Joy, കോട്ടയത്തെ ആദ്യത്തെ ബുട്ടീക് ഫാമിലി ഹോസ്പിറ്റൽ. നമ്മൾ സിനിമകൾ ആഘോഷമാക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു പോസ്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തിന്റെ ഒരു ചിറകിലേറി ഇങ്ങനെ പായുന്നത് കൊണ്ട് നമുക്ക് സിനിമകളിൽ അധികം അഭിനയിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞല്ലോ ചേട്ടൻ. പക്ഷേ നമ്മൾ സിനിമകൾ ആഘോഷമാക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സൈഡിൽ ഇപ്പോൾ തിരിച്ചുവരവ്, കംബാക്കുകൾ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുവാണ്. നിവിൻ പോളി തിരിച്ചു വരുന്നു, ലാലേട്ടൻ തിരിച്ചു വരുന്നു. ഒപ്പം അല്ല, ഞാൻ സിനിമകളിൽ അഭിനയിക്കാതിരിക്കുന്നൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ചില സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അരവിന്ദന്റെ അതിഥികൾ എന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ ചെയ്തൊരു സിനിമ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയാണ്. അത് അടുത്ത കാലത്ത് ഞാനൊക്കെ അഭിനയിച്ചൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ സിനിമകളിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഇനിയും ചില സിനിമകൾ ഇടയ്ക്കൊക്കെ ഉണ്ട്. അല്ല, ഞാൻ പൂർണ്ണമായും അങ്ങനെ മാറി നിൽക്കുന്നൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്, സമയം കിട്ടുന്നതനുസരിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നടന്മാരായാലും ചില റോളുകൾ ചേഞ്ച് ചെയ്ത് ചെയ്യുന്നുണ്ട്. സിനിമാ മേഖലയിൽ തന്നെ നടന്മാർ ഗായകരാകുന്നു, സംഗീത സംവിധായകർ നടന്മാരാകുന്നു, ഡയറക്ടേഴ്സ് നടന്മാരാകുന്നു, അങ്ങനെ. അപ്പോൾ പ്രേംകുമാർ എന്ന നടനിൽ നിന്ന് സിനിമാ മേഖലയിൽ വേറെ ഏതെങ്കിലും റോളിലേക്കുള്ള ഒരു റീ എൻട്രി പ്രതീക്ഷിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ സിനിമയിൽ ഒരു നടൻ മാത്രമാണ്. ഞാനൊരു നിർമ്മാതാവോ സംവിധായകനോ തിരക്കഥാകൃത്തോ ഒന്നുമല്ല. ഞാൻ നടനാണ്. ഞാനിങ്ങനെ ഈ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരു അല്പം പോലും എനിക്ക് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകേണ്ടി വന്നിട്ടില്ല. അവസരങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ടി വന്നിട്ടില്ല. കാര്യം ഞാൻ സ്കൂൾ ഓഫ് ട്രാവലിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ടെലിവിഷനിൽ കുറേ അവസരങ്ങൾ എനിക്ക് കിട്ടി. അതിന് എൻ്റെ സീനിയേഴ്സായിട്ടുള്ള കുറേ ആൾക്കാർ, അവിടെ സ്കൂൾ ഓഫ് ട്രാവൽ പഠിച്ചിരുന്ന ആൾക്കാർ ദൂരദർശനിൽ ജോലി ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ചില സീരിയലുകൾക്ക്, ടെലിഫിലിംസിലൊക്കെ എന്നെ ഉൾപ്പെടുത്തി. അതുകൊണ്ടാണ് അങ്ങനെ അവസരം കിട്ടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊന്നും ശ്രമിക്കേണ്ടി വന്നിട്ടില്ല. കാര്യം അവിടെ സ്കൂൾ ഓഫ് ട്രാവൽ ഞാൻ ചെയ്യുമ്പോൾ ചെയ്ത എൻ്റെ നാടകങ്ങളും അതൊക്കെ അവർ പലരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ എന്നിലുള്ളൊരു കോൺഫിഡൻസ് കൊണ്ട് അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കുറേ ഇത് തന്നു. പിന്നെ ഞാൻ അവിടെ നേരത്തെ പാനൽ ആർട്ടിസ്റ്റായിരുന്നു ദൂരദർശൻ്റെ. അത് കഴിഞ്ഞ് ദൂരദർശനിൽ ഒരു ലെംബോ എന്ന് പറയുന്ന ഒരു ടെലിഫിലിം വന്നു. അത് അന്ന് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും അതിനന്ന് സ്റ്റേറ്റ് അവാർഡ്, ഏറ്റവും മികച്ച നടനുള്ള ഒരു അവാർഡ് കിട്ടുകയും, അതൊരു തമാശ കലർന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അതിന് ഏറ്റവും മികച്ച നടനുള്ള അവാർഡാണെന്ന് KG ജോർജ് സാറായിരുന്നു അന്ന് ജൂറി ചെയർമാൻ. അദ്ദേഹം അതിന് തരികയും അത് പ്രത്യേകിച്ചും സിനിമാക്കാരൊക്കെ ശ്രദ്ധിച്ചു. അങ്ങനെ സിനിമയിലേക്കുള്ള അവസരങ്ങൾ എന്നെ തേടി ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വേണ്ടി അവസരങ്ങൾ ഞാൻ അങ്ങോട്ട് തേടി പോകേണ്ടി വന്നിട്ടില്ല. മുമ്പ് പല പിന്നെ നമ്മുടെ വലിയ താരങ്ങളൊക്കെ അവർ ഈ മദ്രാസിലെ കോടാമ്പകത്തൊക്കെ പോയിട്ട് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ അങ്ങനെ തിക്താനുഭവങ്ങളൊക്കെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ശ്രമമൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടി വന്നിട്ട് അതൊരു വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുക. അപ്പോൾ എൻ്റെ ഒരു കാലം ഈ ടെലിവിഷൻ മാധ്യമം വളരെ സജീവമായി, അതിൽ ചില അവസരങ്ങൾ കിട്ടി, അതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ സിനിമയിലേക്കുള്ള അവസരങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്ന അതിനെക്കുറിച്ചാണ് ചോദ്യം വന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു അവസരങ്ങൾ ഇങ്ങനെ ശ്രമിച്ച് കിട്ടിയതല്ല. എനിക്ക് സിനിമയിൽ ഒരു അവസരം പോലും ഞാൻ ശ്രമിച്ചിട്ട് കിട്ടിയതല്ല. അതെല്ലാം എനിക്കിങ്ങനെ ഒരു ദൈവനിയോഗം പോലെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയും എന്നെക്കൊണ്ട് ഇപ്പോൾ നമ്മളൊരു നടൻ എന്നുള്ള രീതിയിൽ ഇന്ന കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ബോധ്യം, എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇങ്ങനെ ഒരു നടൻ ഇവിടെ ഉണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കുക. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ചില കഥാപാത്രങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാം എന്ന് ഈ സംവിധായകർക്കൊക്കെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിന് സന്നദ്ധമാണ്. നമ്മൾ അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളെന്നല്ല. ഞാനിപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ ഒഥല്ലോ, ഷേക്സ്പിയറിൻ്റെ, അതുപോലെ ഷേക്സ്പിയറിൻ്റെ തന്നെ കൊറിയോലാനസ് എന്ന് പറഞ്ഞിട്ടൊരു നാടകത്തിൻ്റെ, അത് ബർത്തോൾഡ് ബ്രെക്റ്റിൻ്റെ ഒരു അഡാപ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതിൽ കൊറിയോലാനസ്, ഈ ഒഥല്ലോയിലെ ഒഥല്ലോ, പിന്നെ സൊഫോക്ലീസിൻ്റെ ഈഡിപ്പസ് റെക്സ് എന്ന് പറയുന്ന നാടകത്തിലെ ഈഡിപ്പസ് രാജാവ്, പിന്നെ ഷേക്സ്പിയറിന് തന്നെ മാക്ബത്ത്, ഇങ്ങനെ തുടങ്ങി വളരെ ക്ലാസിക്കുകളായിട്ടുള്ള കുറേ നാടകങ്ങളിൽ ആ പ്രധാന കഥാപാത്രങ്ങളെയൊക്കെ ചെയ്ത് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു തിയേറ്ററിൽ നിന്നുള്ള ഈ നാടക വേദിയിൽ നിന്നുള്ള എൻ്റെ ഒരു വരവില്ല. പക്ഷേ സിനിമയിൽ വന്നപ്പോൾ ചില തമാശ കഥാപാത്രങ്ങളാണ് കിട്ടിയത്. പിന്നെ സിനിമ അങ്ങനെയാണോ, നമുക്കതിനകത്തൊരു പരാതിയൊന്നും പറയേണ്ട കാര്യമില്ല, പറയാനുള്ള അവകാശമൊന്നും നമുക്കില്ല. ഒരു നടൻ എന്നുള്ള രീതിയിൽ കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ കുറേ ഹ്യൂമറായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഹ്യൂമർ എന്ന് പറയുമ്പോൾ ഈ നവരസങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ പിന്നെ ഹാസ്യം എന്ന് പറയുന്നത്. ബാക്കി 8 രസങ്ങൾ ഇനിയും ഉണ്ട്. അപ്പോൾ അതിലൊക്കെയുള്ള കഥാപാത്രങ്ങൾ കിട്ടിയാൽ തീർച്ചയായിട്ടും അവതരിപ്പിക്കും. ഇപ്പോൾ കുറേ തമാശകൾ കിട്ടിയപ്പോൾ അത് ചെയ്തു.
ഇനി അല്ലാത്ത കഥാപാത്രങ്ങൾ അത് ഇവിടുത്തെ സംവിധായകർ അവർ അതിന് തയ്യാറായാൽ തീർച്ചയായിട്ടും ഞാൻ അവരോടൊപ്പം നിൽക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു സിനിമ ലഭിക്കുവാണെങ്കിൽ അതിൽ ഏത് ടൈപ്പ് ഓഫ് റോൾ ചെയ്യണം എന്നാണ് ഒരാഗ്രഹം കാണുമല്ലോ, ഇങ്ങനെ ഒരു റോൾ ഞാൻ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ ഒരു അല്ല. അങ്ങനെ ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ സിനിമയിൽ ഒരിക്കലും പ്ലാൻ ചെയ്ത് ഒരു സിനിമാ നടനാകണമെന്നിങ്ങനെ അദമ്യമായി ആഗ്രഹിച്ചിട്ട് സിനിമയിൽ വന്ന ഒരാളല്ല. ഞാൻ ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകുന്നത് തന്നെ ഈ ദൂരദർശനിലോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോയിലോ ഒക്കെ ഒരു ജോലി കിട്ടുക എന്നുള്ളതിനായിരുന്നു. അന്ന് ഈ പിന്നെ UPSC ഒക്കെ ഈ ഒരു ബിരുദം BTA എന്ന് പറഞ്ഞ ഡ്രാമ സ്കൂളിലെ ബിരുദം അവർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പലർക്കും ജോലിയൊക്കെ കിട്ടിയതൊക്കെ നമുക്ക് മുമ്പിലുള്ളതുകൊണ്ട് ഒരു ജോലി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷേ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നൊരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഈ ദൂരദർശനിൽ കുറേ അവസരങ്ങൾ എനിക്ക് ഇങ്ങനെ ലഭിച്ചു. ഈ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്നു. പിന്നെ എൻ്റെ തന്നെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, നീ ഇത് തന്നെ തുടരുക, ഇതൊരു പ്രൊഫഷനായിട്ട് തുടരാം, ഇപ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അഭിനയത്തിലേക്ക് അങ്ങനെ വന്നതാണ്. അപ്പോൾ അത് ഞാൻ ആഗ്രഹിച്ചിട്ടോ ശ്രമിച്ചിട്ടോ ഒന്നും വന്നതല്ല. അല്ലാതെ അതങ്ങനെ യാദൃച്ഛികമായി എന്ന് അത് മുമ്പ് ഞാൻ പറയുമായിരുന്നു, പക്ഷേ യാദൃച്ഛികമാണ്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഒന്നും യാദൃച്ഛികമല്ല. നമ്മുടെ ജീവിതത്തിലെല്ലാം ഇങ്ങനെ ഒരു ദൈവനിശ്ചയപ്രകാരം നടക്കുന്നു എന്നാണ് എൻ്റെ ഒരു ഉറച്ച ബോധ്യം. അപ്പോൾ എല്ലാം ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ, അതിപ്പോൾ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒന്നും ഇനിയും വേറെ എന്തെങ്കിലും തരത്തിലുള്ള നല്ല പിന്നെ റോളുകളൊക്കെ കിട്ടണമെന്നൊരു ദൈവനിയോഗമുണ്ടെങ്കിൽ അത് സംഭവിക്കും, അവസരങ്ങൾ വരട്ടെ. അല്ലാതെ ഞാനായിട്ട് അതിനുള്ളൊരു ശ്രമം നടത്തുന്നുമില്ല. അത് അങ്ങനത്തെ ഒരു അവസരം വന്നാൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ഡെഡിക്കേഷനോട് കൂടി തന്നെ നമുക്കുള്ളതാണെങ്കിൽ നമ്മളെ തേടി വരുമെന്ന് അത് തന്നെയാണ് എനിക്ക് വിശ്വാസം. ഓക്കെ, ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കഥാപാത്രങ്ങൾ സംവിധായകർ ഒക്കെ ചേട്ടനെ തേടി വരും എന്ന പ്രതീക്ഷയിൽ പാട്ടുകൾ വരുന്നുണ്ട്. SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് സെലിനാണ് ഓൺ സർഗീക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Mother's Day Special SK Hotspot powered by Mitera Hospital. Hair Wellness, Hair Joy. കോട്ടയത്തെ ആദ്യത്തെ ബുട്ടീക് ഫാമിലി ഹോസ്പിറ്റൽ. Once again welcome to SK Hotspot on സർഗീക്ഷേത്ര 89.6 FM. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ആരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മലയാള സിനിമയിൽ തന്നെ അപൂർവ ഭാഗ്യം ലഭിച്ച ഒരു നടനാണ്. മലയാളികളുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ ചേക്കേറി അവിടെ കൂടുകൂട്ടിയിരിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരാൾ. എഴുത്തുകാരനാണ്, കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനാണ്. അതുപോലെ തന്നെ 150ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 18ഓളം സിനിമകളിൽ ലീഡ് റോൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള മലയാളികളുടെ സ്വന്തം പ്രേംകുമാർ ചേട്ടനാണ്. ചേട്ടൻ നമ്മോടൊപ്പം കുറച്ചു നേരമായിട്ട് നമ്മോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ വ്യത്യസ്തമായിട്ട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റോളിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു കഥാപാത്രങ്ങൾ ഇതുവരെ വന്നിട്ടുള്ള റീസെന്റ് വന്നിട്ടുള്ള സിനിമകളിലെ ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കഥാപാത്രം അവതരിപ്പിക്കാൻ ഒരു ആഗ്രഹം അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതിലേക്കാണ് ഞാൻ വന്നത്. കാര്യം ഇതിങ്ങനെ യാദൃച്ഛികമായിട്ട് എന്ന് നമ്മൾ നേരത്തെ ഞാൻ പറയുമെങ്കിൽ ഇപ്പോൾ അത് മുൻനിശ്ചയപ്രകാരം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇത് ഒരു എന്താണ് ദൈവനിശ്ചയം, അതനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള രീതിയിൽ നിന്നു കൊടുക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നല്ല ഈ പറഞ്ഞ വ്യത്യസ്തമായ ചില കഥാപാത്രങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമമൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അവസരങ്ങൾ തേടി വരും തീർച്ചയായിട്ടും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് എൻ്റെ അനുഭവം എല്ലാം. എൻ്റെ പ്രയത്നം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ശ്രമം കൊണ്ടോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഭയങ്കര ലക്കിയാണല്ലോ അത്. തീർച്ചയായിട്ടും വലിയൊരു ദൈവാനുഗ്രഹമാണ് ആ കാര്യത്തിൽ. കാര്യം ഞാൻ ആഗ്രഹിച്ചതും പിന്നെ പ്രതീക്ഷിച്ചതും അല്ലെങ്കിൽ സ്വപ്നം കണ്ടതും ഒന്നും അല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എല്ലാം വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ഗവൺമെൻറ് ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് വേറൊരു തരത്തിലേക്ക് എന്നെ ദൈവം ഇങ്ങനെ കൊണ്ടുവന്നു. അവിടെ തന്നെ അങ്ങനത്തെ കുറേ രീതിയിലേക്ക് വന്നു. പിന്നെ പ്രേക്ഷകർക്ക് എന്നോട് അങ്ങനെ ഒരു വലിയ ഇഷ്ടക്കേടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്രേക്ഷകർക്ക് എന്നോടൊരു ഇഷ്ടമൊക്കെ എപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്. പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിലൊക്കെ ഒരു സ്ഥാനം പിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്, അതൊരു നിസ്സാര കാര്യമില്ല. അപ്പോൾ അതിനൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്കൊന്നും വലിയ പ്രായമില്ലല്ലോ, അപ്പൊ എനിക്ക് മനസ്സിൽ നിൽക്കുന്നത് മൈ ഡിയർ കരടിയിലെ കഥാപാത്രങ്ങൾ, അതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ. ഒരു കരടിയെ പിടിക്കാൻ പറ്റുന്ന. അതെ. ആക്ച്വലി സിനിമയിൽ കാണുന്ന
ആ ഒരു പ്രേംകുമാർ എന്ന നടനും നേരിട്ട് കാണുന്ന വ്യക്തിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുള്ളത് പോലെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ശരിക്കും അങ്ങനെ ഒരു തമാശക്കാരനല്ല. ശരിക്കും ഞാൻ ഇപ്പൊ ജീവിതത്തിൽ എന്നോട് ഒരു തമാശ പറയൂ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ട്. തമാശ സ്വന്തമായിട്ട് പറയാൻ പ്രാപ്തിയോ കഴിവുള്ള ഒരാളൊന്നുമല്ല. ഈ സിനിമയിൽ പലപ്പോഴും അതിൻ്റെ ഏറ്റവും നല്ല മിടുക്കരായിട്ടുള്ള തിരക്കഥാകൃത്തുക്കൾ അവരെഴുതിത്തരുന്ന സംഭാഷണങ്ങൾ, അതിലൊക്കെയുള്ള തമാശകളും അവരുടെ സിറ്റുവേഷൻസും ഒക്കെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അത് അഭിനയിക്കുന്നു എന്നുള്ള നടൻ എന്നുള്ള രീതിയിൽ അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ തമാശകൾ മുഴുവൻ അവരുടേതാണ്. അപ്പോൾ പലപ്പോഴും ഈ നമ്മുടെ പ്രേക്ഷകർ വിചാരിച്ചിരിക്കുന്ന ഈ സിനിമയിൽ അഭിനയിക്കുന്നവരുടെ സ്വന്തം തമാശകളാണ് ഇതെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇതൊന്നും നമ്മുടെ തമാശകളല്ലേ, ഇതിൻ്റെ എല്ലാം പിന്നെ ക്രെഡിറ്റ് അവരുടേതാണ്. പക്ഷെ അതിനൊരു ജീവൻ നൽകുന്ന ഒരു പ്രക്രിയ നടന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ കുറേ ഹാസ്യം അങ്ങനെ ചെയ്യാൻ പറ്റി. ഇനി അല്ലാത്ത ഇത് അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യും. അങ്ങനെ നല്ല കഥാപാത്രങ്ങൾ ഇനിയും ചേട്ടന് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് കേട്ടോ ആശംസ എപ്പോഴും. അപ്പോൾ എന്തായാലും പാട്ട് കേട്ടിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ കേൾക്കാം. SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് സെലിനാണ്. ഓൺ സർഗി ക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Mother's Day Special SK Hotspot powered by Mitera Hospital. Hair Wellness, Hair Joy. കോട്ടയത്തെ ആദ്യത്തെ ബുട്ടീക് ഫാമിലി ഹോസ്പിറ്റൽ. നമ്മളിപ്പോ റീസെന്റ് വന്നിട്ടുള്ള കുറേ സിനിമകളിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം ഞാൻ ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു തോന്നൽ. അല്ല, അതൊക്കെ മുമ്പൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയുള്ളവരൊന്നുമില്ല. കാര്യം എല്ലാം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ഉറച്ച ബോധ്യമാണ് എൻ്റെ. അതുകൊണ്ടാണ് അനാവശ്യമായ ടെൻഷനോ ഉത്കണ്ഠകളോ ഭയങ്ങളോ നിരാശകളോ ഒക്കെ മുമ്പുണ്ടായിരുന്നത് പോലെ ഇപ്പം ഇല്ല എനിക്ക്. ഇപ്പം നമ്മളൊരു ഭാവിയെ കുറിച്ചൊക്കെ മുമ്പ് ഒരു വലിയ ആങ്സൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നുമില്ല. ഇപ്പം ഞാൻ വളരെ ഫ്രീ ആണ്. കാര്യം ഒരു സത്യം നമ്മൾ അറിയുമ്പോൾ ഈ സത്യം നമ്മൾ സ്വതന്ത്രമാക്കും എന്നുള്ളൊരു ദൈവവചനം തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ദൈവത്തെ നമ്മൾ കൂടുതൽ അറിയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ഫ്രീ ആവും. ഇപ്പോൾ അങ്ങനെ ഒരു ഫ്രീ മൈൻഡഡാണ്. കാര്യം ഒന്നിനെക്കുറിച്ചും അങ്ങനെ വലിയ ഉത്കണ്ഠകളോ വലിയ സ്വപ്നങ്ങൾ കാണുകയോ വലിയ പ്രതീക്ഷ ഒന്നുമില്ല. ഇപ്പോൾ സിനിമയിൽ അത്ര ബുദ്ധിമുട്ടില്ലാതെ, അതായത് പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിച്ചതാണ് സിനിമ എന്ന് പറഞ്ഞല്ലോ. ഒരുപാട് പേര് സിനിമ മോഹികളായിട്ട് നടക്കുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് എന്നിട്ടും എങ്ങും എവിടെയും എത്താതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ആസ് എ ഒരു ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്തായിരിക്കും? അല്ല, ഞാൻ കൊടുക്കുന്ന മെസ്സേജ് അവർക്ക് അത്രയും ഇതാകണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ നിന്നാണ് എൻ്റെ വെച്ചാൽ എൻ്റെ ഒരു ശ്രമവും ഇല്ലാതെയാണ് എൻ്റെ ഈ സിനിമകളൊക്കെ എനിക്ക് കിട്ടിയത് ഞാൻ പറയും. എന്ന് പറഞ്ഞപ്പോൾ നാളെ അവരൊക്കെ ശ്രമിക്കാതിരുന്നിട്ട് അവർക്ക് കിട്ടുമോ എന്നുള്ള എനിക്കതറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് എൻ്റെ ശ്രമഫലമായിട്ട് ഒരു സിനിമ പോലും ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു ശ്രമം കൊണ്ട് കിട്ടിയതല്ല. എല്ലാം എനിക്കത് ഇങ്ങനെ ദൈവം തരികയായിരുന്നു എന്ന് ഞാൻ പറയും. ഒരു ലക്ക് ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നിങ്ങൾ ശ്രമിക്കാതിരിക്കേണ്ട, നിങ്ങൾ ശ്രമിച്ചോളൂ. പക്ഷെ അതുകൊണ്ട് എൻ്റെ ജീവിതം ഒരു പാഠമാക്കിയിട്ട് അത് പോയാൽ അവരുടെ ഒരു ജീവിതത്തിൽ അത് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ജീവിതത്തെ വളരെ ഗൗരവത്തോടെ കാണുന്ന ചേട്ടനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പാട്ട് കേട്ടിട്ട് വന്നാലോ? കേട്ടുകൊണ്ടിരിക്കുന്നത് SK ഹോട്ട്സ്പോട്ട് ആണ്. ഓൺ സർഗി ക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Mother's Day Special SK Hotspot powered by Mitera Hospital. Hair Wellness, Hair Joy. കോട്ടയത്തെ ആദ്യത്തെ ബുട്ടീക് ഫാമിലി ഹോസ്പിറ്റൽ. ഒരുപാട് പേര് സിനിമ മോഹികളായിട്ട് നടക്കുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് എന്നിട്ടും എങ്ങും എവിടെയും എത്താതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ആസ് എ ഒരു ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് ചലച്ചിത്ര അക്കാദമി എത്രത്തോളം അവർക്കൊരു അല്ല, അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ അത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. അതിപ്പോൾ അതിൽ നിന്നൊരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അത്തരം പ്രതിഭകളെ കണ്ടെത്താനും അവരെ ഈ രംഗത്തേക്കൊക്കെ കൊണ്ടുവരാനൊക്കെയുള്ള ചില ശ്രമങ്ങൾ അക്കാഡമിയുടെ ഭാഗത്ത് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത് തന്നെ അന്താരാഷ്ട്ര IFFK എന്ന് പറയുന്നത് അത് അക്കാഡമിയാണ് സംഘടിപ്പിക്കുന്നത്. അത് തന്നെ നമ്മൾ ഈ പ്രത്യേകിച്ചും ഈ സ്റ്റുഡൻസിനൊക്കെ ഒരു പ്രത്യേക പാക്കേജൊക്കെ നൽകിയിട്ടാണ് നമ്മൾ ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. അതിൽ വെച്ചാൽ യങ്സ്റ്റേഴ്സിനെ കൂടുതൽ ഈ പുതിയ സിനിമകൾ കാണുക, അത് ലോക സിനിമകൾ, ലോക ക്ലാസിക്കുകൾ കാണുക. അതിൽ കൂടി ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് സിനിമയിൽ ഈ ഒരു വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ പ്രമേയപരമായിട്ടും സാങ്കേതിക വിദ്യയിലും ഒക്കെയുള്ള ഇത്തരം പുതിയ പ്രവണതകളെയൊക്കെ അവർ പരിചയപ്പെടുകയും അവരിൽ ഒരു പുതിയ ഒരു സിനിമാ അവബോധം ഉണ്ടാക്കുക. ഇപ്പോൾ നിലവിലുള്ള അവരുടെ ഒരു സിനിമാ സങ്കല്പങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ലോക സിനിമയെ അവർ അടുത്തറിയുന്നു.
അതിലുള്ള നൂതനമായ പ്രവണതകളെ അവരടുത്തറിയുന്നു. ലോകത്തെ തന്നെ സമഗ്രമായി അവർ അടുത്തറിയുകയാണ് അത്രയും ഇതിലൂടെയൊക്കെ. പിന്നെ അതുപോലെ അവർക്കൊക്കെ നമ്മൾ ക്യാമ്പസുകളിൽ ശില്പശാലകൾ, വർക്ക്ഷോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ക്യാമ്പുകൾ, സിനിമ പഠന ഇത്, പിന്നെ അക്കാഡമിയുടെ കുറേ പ്രവർത്തനങ്ങളുണ്ട്. അതൊരു വലിയ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അത്തരം പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഒരു പുതിയ സിനിമ അവബോധം ഉണ്ടാക്കുക, പുതിയ ഫിലിം മേക്കേഴ്സ് നമ്മുടെ ഈ യങ്സ്റ്റേഴ്സിൽ നിന്നൊക്കെ ഭാവിയിലെ പ്രതീക്ഷകളായിട്ടുള്ള വലിയ സിനിമ, അത് അഭിനേതാക്കൾ മാത്രമല്ല സംവിധായകരും മറ്റ് തിരക്കഥാകൃത്തുക്കളും അങ്ങനെ സിനിമയുടെ വിവിധ മേഖലകളിൽ, സാങ്കേതിക മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളെ, വലിയ പ്രതിഭകളെ കണ്ടെത്തി അവരൊക്കെ ഈ മേഖലയിൽ കടന്നു വരണം എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ചലച്ചിത്ര അക്കാദമി പ്രവർത്തിക്കുന്നത്. പിന്നെ സ്ത്രീകളുടെ ഒരു സാന്നിധ്യം ഇപ്പോൾ പ്രത്യേകിച്ചും മലയാള സിനിമയിൽ വളരെ കുറവാണ്. നമ്മുടെ ഈ സാങ്കേതിക വിദ്യയുടെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ തിരക്കഥ, രചന, സംവിധാനം, ഈ മേഖലകളിലൊന്നും സ്ത്രീകളുടെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അപ്പോൾ ആ മേഖലകളിലൊക്കെ അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള പല പാക്കേജുകളും ഒക്കെ നമ്മളിപ്പോൾ ആവിഷ്കരിച്ച് നടത്തുന്നുണ്ട്. അതെല്ലാം ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ ഒരു പുതിയ സിനിമ അവബോധമുണ്ടാക്കുക, അതങ്ങ് ഫിലിം മേക്കേഴ്സിനെ രൂപപ്പെടുത്തിയെടുക്കൽ മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകൻ്റെ ഒരു ആസ്വാദനത്തിലും ഒരു പുതിയ മാറ്റം ഉണ്ടാകുക, ഒരു പുതിയ നമ്മുടെ ഒരു സിനിമാ സംസ്കാരം നമ്മുടെ പ്രേക്ഷകരിൽ ഉണ്ടാക്കുക, അവൻ്റെ ആസ്വാദന നിലവാരം ഉയർത്തുക, ഇതൊക്കെ അക്കാദമി ലക്ഷ്യമാക്കുന്നു. സ്ത്രീകളും ഒരുപാട് മുന്നോട്ട് വരട്ടെ, കൂടുതൽ സംവിധായകരെയും അതുപോലെ മറ്റു മേഖലകളിലേക്കുമൊക്കെ പുതിയ ടാലൻസ് വരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു ആശ എന്ന് പറയുന്നത്. ചലച്ചിത്ര അക്കാദമി സിനിമാ മോഹികൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് പറയുമ്പോൾ ഈ പാട്ടുകൾ വരുന്നു. SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് സെലിനാണ്. 89.6 FM സർഗക്ഷേത്ര. Mother's Day Special SK Hotspot powered by Mitera Hospital. Hair Wellness, Hair Joy. കോട്ടയത്തെ ആദ്യത്തെ ബുട്ടീക് ഫാമിലി ഹോസ്പിറ്റൽ. ഇപ്പോഴത്തെ സിനിമകളിൽ ഒരുപാട് മലയാള സിനിമയിൽ പുതുമുഖങ്ങൾ വരുന്നുണ്ടല്ലേ? എല്ലാ ഇൻഡസ്ട്രിയിലും വരുന്നുണ്ട്. മലയാള സിനിമയിൽ ഇപ്പോൾ റീസെന്റ് കണ്ട സിനിമകളിലൊക്കെ ഒന്ന് രണ്ട് പേരുടെ അഭിനയ മികവ് കൊണ്ട് മുന്നിൽ നിൽക്കുന്നവരുടെ പേരുകൾ പറഞ്ഞ അങ്ങനെ എന്റെ മനസ്സിലുണ്ട്. പക്ഷേ ഞാനത് പുറത്ത് ഇപ്പോൾ അങ്ങനെ ചിലരുടെ പേരുകൾ മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. പ്രത്യേകിച്ചും ഞാൻ ആ മേഖലയിൽ കൂടി നിൽക്കുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കുറേ പേരുടെ പേരുകൾ എനിക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് വളരെ ഗംഭീരമായ പെർഫോമേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരുടെ പറഞ്ഞാൽ ഒരുപാട് പേരുടെ പേരുകൾ പറയാനുണ്ട്, അല്ല ഒന്നോ രണ്ടോ പേരല്ല. എങ്കിലും കാലാധിവർത്തിയായി നിലനിൽക്കുന്ന നമ്മുടെ പഴയ ആ താരങ്ങൾ ഇപ്പോഴും അതൊക്കെ ഒരു ലെജൻസായിട്ട് അവർ നിൽക്കുന്നുണ്ട്. അത് വേറൊരു തലത്തിലാണ് അവർ. അതിങ്ങനെ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് അവരിങ്ങനെ ഓരോ സിനിമകൾ കഴിയുന്നവർ അവർ പുതിയ ഒരു തലത്തിലേക്ക് അവർ മാറുക. അവർ യങ്സ്റ്റേഴ്സും ആ രീതിയിൽ വലിയ പ്രതീക്ഷ നൽകുന്നവരാണ്, ഒരുപാട് പേരുണ്ട്. മനസ്സിലുണ്ട്, പക്ഷെ ഞാൻ പറയില്ല. ഓക്കെ, വി റെസ്പെക്ട് യുവർ വേർഡ്സ്. പ്രതീക്ഷ നൽകുന്ന ഒരുപാട് പേരുണ്ട് എന്ന് കേൾക്കുന്ന തന്നെ വലിയൊരു ആശ്വാസമാണ്, സന്തോഷമാണ്. മലയാള സിനിമയ്ക്ക് ഇന്ന് മുതൽക്കൂട്ടായിട്ട് യങ്സ്റ്റേഴ്സ് ഇങ്ങനെ കയറി വരിക എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അത് ചേട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ സന്തോഷം. എന്തായാലും ഈ ഒരു സന്തോഷത്തിൽ 2 പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. SK ഹോട്ട്സ്പോട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് സെലിനാണ് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതൂരും കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Mother's Day Special SK Hotspot powered by Mitera Hospital. Hair Wellness, Hair Joy. കോട്ടയത്തെ ആദ്യത്തെ ബുട്ടീക് ഫാമിലി ഹോസ്പിറ്റൽ. റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ സിനിമയ്ക്ക് റിവ്യൂ പറയുന്ന ആളുകളുടെ എണ്ണം കൂടി വരുവാണ്. ശരിക്കും സിനിമയ്ക്ക് റിവ്യൂവേഴ്സിന്റെ ആവശ്യമുണ്ടോ? അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അതൊരു വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാര്യം ഇതൊരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഒരു ഇന്ത്യൻ പൗരന് ഭരണഘടന ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് എന്തിനെക്കുറിച്ചും എന്തും പറയാവുന്ന രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. ഇപ്പോൾ അതിനെയൊക്കെ ഏത് രീതിയിലൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള നിയമപരമായിട്ടൊക്കെ അതൊക്കെ അവരൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒരാളുടെ ഒരു അഭിപ്രായം, ഒരു സിനിമ കണ്ടിട്ട് ഒരാളുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പറയാൻ പാടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അയാളുടെ ഒരു സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന്മേൽ നമുക്ക് കടന്നു കയറാൻ പറ്റില്ല. പക്ഷേ ഒരു അഭിപ്രായം പറയുമ്പോൾ, ഒരു സിനിമയെക്കുറിച്ചൊരു റിവ്യൂ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് പിന്നിലുള്ള ഒരു വലിയ എഫർട്ട് ഉണ്ട്. അതിനേക്ക് അതൊരു കലാസൃഷ്ടിയാണ്, അതൊരു കലാകാരൻ്റെ ഒരു സർഗ സൃഷ്ടിയാണ് എന്നൊരു റെസ്പെക്റ്റ് അതിനോടുണ്ടാകണം. ആ കലാസൃഷ്ടിയോട്, അയാളുടെ കലാപ്രവർത്തനത്തോട് ഒരു റെസ്പെക്റ്റാണ്. ഇന്നിപ്പോൾ പല റിവ്യൂസും നമ്മൾ കാണുമ്പോൾ അതൊന്നുമില്ലാതെ വന്ന് വളരെ സൂപ്പർഫിഷ്യലായിട്ട് എന്തോ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകും. അതിൻ്റെ ഒരു ആഴത്തിലുള്ള ഒരു ക്രിറ്റിസിസമോ ഒന്നുമല്ല. പലപ്പോഴും അതിനൊന്നും കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടൊന്നും ആയിരിക്കില്ല പലതും പറയുന്നത്. അങ്ങ് ഒരു അന്ധമായിട്ടുള്ള ചില മുൻധാരണകളോടുകൂടിയൊക്കെയാണ് നടത്തുന്നത്. അതൊക്കെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അത് ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയ വിവാദമായിട്ട് നാളെ മാറാം. അതുകൊണ്ട് ക്ലാരിഫിക്കേഷനോട് കൂടി തന്നെ പറയണം.
വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഓരോന്നും പറയുമ്പോൾ അത് വ്യക്തമായി പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടത് നമുക്കതിനെ തടയാനൊന്നും പറ്റില്ല. കാര്യം വെച്ചാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിഷയമാണ്. അത് ഭരണഘടന നൽകുന്നത് കൊണ്ട് തന്നെ അത് ഉണ്ടാവും. പിന്നെ അത് എങ്ങനെ പ്രതിരോധിക്കാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നൊക്കെയുള്ള പുതിയ നിയമനിർമ്മാണങ്ങളും ഒക്കെ വേണ്ടി. ഇത്രയും നേരം നമ്മുടെ കൂടെ ഈ ഒരു സമയം സർഗീഷിത്ര 89.6 FM SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. ഇനിയൊരിക്കലാകാം ഇതിനെ പറ്റിയുള്ള കൂടുതൽ ചർച്ചകൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തുന്നത്. സിനിമയ്ക്ക് ഒരുപാട് പുതുമുഖങ്ങളെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പുതിയ ടാലൻസിനെ ആവശ്യമുണ്ട്. നമ്മൾ എന്നും സ്വീകരിച്ചിട്ടേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ SK ഹോട്ട്സ്പോട്ടിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഒരു അതുല്യ പ്രതിഭയാണ്. മലയാളികളുടെ സ്വന്തം നടൻ, എഴുത്തുകാരൻ, കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ, 150ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ 18ഓളം സിനിമകളിൽ ലീഡ് റോൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള, നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള മലയാളികളുടെ സ്വന്തം പ്രിയ നടൻ പ്രേംകുമാർ ചേട്ടനാണ്. അപ്പോൾ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈം നമ്മളോട് കൂടെ ചിലവഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയൊരിക്കൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടുന്ന വരെ SK ഹോട്ട്സ്പോട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇവിടുന്ന് നൈസായിട്ട് പോവാണ്, ചേട്ടനും ഇവിടുന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ് വൺസ് അഗെയിൻ. ആൻഡ് SK ഹോട്ട്സ്പോട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പാട്ടുകൾ വരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗീഷിത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്രം.